സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ്. മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണ് തനിക്കുള്ളതെന്നും BC24 പ്രതികരിച്ചു. എനിക്കറിയില്ല, അത് നിങ്ങൾ പറയുന്നില്ലേ, എനിക്കൊന്നും അറിയില്ലല്ലോ അതിനെക്കുറിച്ച്. എനിക്കറിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, വിശദമായ ഒരു പ്രതികരണത്തിനൊന്നും VC നിന്ന് തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ VC പറയുന്നത്? വേണു, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ സമാനമായ പ്രതികരണമായിരുന്നു വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ്. തനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല, ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്ന് VC വ്യക്തമാക്കുന്നു. ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ മാത്രമേ താൻ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നാണ് VC പറയുന്നത്. പക്ഷേ ഈ പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 സെനറ്റ് അംഗങ്ങളും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടാവും, അതുകൊണ്ട് തങ്ങൾക്ക് സുരക്ഷയൊരുക്കണമെന്ന് VCക്ക് ഇമെയിൽ മുഖേന അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നതാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ സെനറ്റ് യോഗം അവസാനിച്ചതിന് ശേഷം വൈസ് ചാൻസലറെ ഈ സെനറ്റ് അംഗങ്ങൾ 8 പേരും കയറി കണ്ടിരുന്നു. ആ സമയത്തും ഇവരെ തിരിച്ചറിഞ്ഞു. ഇമെയിലിന്റെ കാര്യമൊക്കെ വൈസ് ചാൻസലർ ഇങ്ങോട്ട് പറഞ്ഞു, പോലീസിനെ വിവരം അറിയിച്ചിരുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷവും വൈസ് ചാൻസലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവർക്ക് പരാതി ലഭിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഈ 8 സെനറ്റ് അംഗങ്ങളും മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് ഇന്നിപ്പോൾ VCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. മാത്രമല്ല 8 സെനറ്റ് അംഗങ്ങളും മലപ്പുറം SP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. SFIയുടേത് ഒരു ഏകപക്ഷീയമായ നടപടിയാണ്, അത് അംഗീകരിക്കാൻ സാധിക്കില്ല. തങ്ങളെ ചാൻസലറാണ് ഇവിടേക്ക് നോമിനേറ്റ് ചെയ്തത്, അതുകൊണ്ട് സെനറ്റ് യോഗം വീണ്ടും നടത്തണം. ഇന്നലെ നടന്ന സെനറ്റ് യോഗത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു സെനറ്റ് യോഗം നടത്തണം. അതിൽ തങ്ങൾക്കും ഈ 8 പേർക്കും പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 പേരെയും പങ്കെടുപ്പിക്കണമെന്നും ഈ 8 സെനറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തിയെ പോലും SFIക്കാർ ഇന്നലെ സെനറ്റ് ഹാളിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ പുറത്ത് വെയിലത്തിരുത്തി അപമാനിച്ചു എന്നും SP-ക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും വാക്പോരിനുമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കളമൊരുക്കുന്നത് എന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുൻവശത്താണ്. ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. ഇന്ന് ABVP ഇവിടെ ഈ സെനറ്റ് അംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈസ് ചാൻസലറെ ഉപരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ, യൂണിവേഴ്സിറ്റിയിലെ BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്നിപ്പോൾ കരിദിനം ആചരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയം ഗവർണർ SFI പോര് BJP CPM പോരിലേക്ക് കൂടി കളമൊരുങ്ങിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. വേണു, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. വേണു അല്ല, ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ പാറയ്ക്കലാണ്. VCയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അവിടെ പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്.